നല്ല മഴ ഒന്ന് പെയ്ത് തോന്നിട്ടുള്ളൂ ട്ടോ. ഇപ്പൊ സമയം 7 മണി ആയിട്ടുള്ളൂ. കൃഷിക്ക് കോയമ്പത്തൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം മൂപ്പര് പോവാണ്. ചായകുടിയൊക്കെ കഴിഞ്ഞു. എന്റെ പണികളും കഴിഞ്ഞു ട്ടോ. പിള്ളേരെ ഇന്ന് ഞാൻ വേണം കൊണ്ടാക്കാൻ. കൃഷി പോണോണ്ട് കൃഷിക്ക് കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ. കൃഷി അങ്ങട് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല മഴ പെയ്തു തുടങ്ങി ട്ടോ. ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ യൂണിഫോം കഴുകിയിട്ടുണ്ടായിരുന്നില്ല ട്ടോ. ഇവർക്ക് പുതിയ യൂണിഫോം ആന്ന് പറഞ്ഞില്ലേ. ഇവർക്ക് ഒരേ യൂണിഫോമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ മെറ്റീരിയൽ ആണ് അത് അടിക്കാൻ കൊടുത്തിരിക്കുകയാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് ഈ യൂണിഫോം കഴുകിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല ട്ടോ. അടിക്കാൻ കൊടുത്ത യൂണിഫോം കിട്ടണ വരെ പഴയ യൂണിഫോമും പുതിയ യൂണിഫോമും മാറി മാറി ഇട്ടോളാൻ കേട്ടോ സ്കൂളിൽ നിന്ന് പറഞ്ഞേക്കണത്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ പഴയ യൂണിഫോം ഇടാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പുതിയത് കണ്ട കാരണമാണ് മഴ തോന്നുന്ന തക്കം നോക്കിയിട്ട് ഞാൻ അത് കഴുകിയിടാണ് കേട്ടോ. കഴുകിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ഷീറ്റ് അടിച്ചിട്ടുണ്ട്, അവിടെ ഇത് കൊണ്ടുപോയി ഇടാൻ പറ്റും. അപ്പൊ അത് കാരണം വേറെ ടെൻഷൻ ഒന്നുമില്ല. കഴുകി അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇടാം. ഇനിയിപ്പോ വെയിൽ വരാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇടാം കേട്ടോ. അങ്ങനെ എന്റെ പണികൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോ അകത്ത് കയറിയിട്ട് ഇവരുടെ ടിഫിനും ലഞ്ചും ഒക്കെ ആക്കാൻ പോവാണ് കേട്ടോ. അതിനുശേഷം ഇവരെ വിളിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിള്ളേർ ഉറങ്ങാണ്. പിള്ളേരെ എണിപ്പിച്ചിട്ടില്ല ഞാൻ. ഇന്ന് പാറുവിന് റംബൂട്ടാനാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ നട്ട്സും കൊണ്ടുപോകുന്നുണ്ട്. ഉണ്ണിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ മാത്രം കഴിക്കുള്ളൂ. ഫ്രൂട്ട്സിൽ ആപ്പിൾ മാത്രം കഴിക്കുള്ളൂ. അപ്പൊ അവനിക്ക് ഗ്രീൻ ആപ്പിൾ ആക്കിയിട്ടുണ്ട്. ചോറിൽക്ക് രണ്ടാൾക്കും രണ്ട് തരം കേട്ടോ. ഇവിടെ ഒരാൾക്ക് പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഈ പരിപ്പ് പയറ് വർഗ്ഗങ്ങളാട്ടോ പറ്റുള്ളൂ. അപ്പൊ പാറുവിന് കടലക്കറിയും പിന്നെ അച്ചാറും മുട്ട ബുൾസൈ ആക്കിയതാണ് കൊടുത്തയച്ചിട്ടുള്ളത് കേട്ടോ. ഉണ്ണിക്കുട്ടന് കടലക്കറി പറ്റില്ല. അപ്പൊ അവന് അത് ഇഷ്ടമല്ല. അത് കാരണം അവന് ബീറ്റ്റൂട്ട് പേരും പിന്നെ മുട്ട ബുൾസൈ അവന് ഇഷ്ടമല്ല, വറുത്ത് കൊടുക്കണം. അങ്ങനെ രണ്ടാൾക്കും രണ്ട് തരം ഇഷ്ടങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കെട്ടി വെച്ചതിന് ശേഷം ഞാൻ ഇവരെ വിളിക്കാന്ന് വിചാരിച്ചു. പിന്നെ അവരെ കുളിപ്പിക്കലും ചായ കുടിയൊക്കെ അങ്ങനെ കിടക്കാലോ. അങ്ങനെ പിള്ളേരെ എണിപ്പിച്ചു. പാറുവിന്റെ മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാറുവിന്റെ മുടി കെട്ടുന്നതിന്റെ ഇടയിലേ ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുറത്ത് ഓട്ടോറിക്ഷ വന്നതാണ് കേട്ടോ. ഓട്ടോറിക്ഷ പറഞ്ഞ ടൈം ആയിട്ടുണ്ട്. അപ്പൊ അത് ഓട്ടോറിക്ഷ വന്നോന്നാണ് ഞാൻ നോക്കണത്. എനിക്ക് ഈ രാവിലെ കൊണ്ടാക്കണ കാര്യം ഇത്തിരി മടിയാട്ടോ. ഇങ്ങനെ കൃഷി എങ്ങാനും ഇല്ലാത്ത സമയത്ത് എനിക്ക് കൊണ്ടാക്കാൻ വളരെ മടിയാട്ടോ. ഇവര് ബസ്സിനായിരുന്നു പോയിരുന്നത്. പക്ഷെ കുറെ ടൈം എടുത്തിട്ടാണ് അവിടെ എത്തുക. ആകെ 10 മിനിറ്റിന്റെ വഴിയുള്ളൂ. പക്ഷെ ഇവര് 1 മണിക്കൂറൊക്കെ ബസ്സിലിരിക്കണ കാരണം ബസ് വേണ്ടാന്ന് വെച്ചിരിക്കാൻ കേട്ടോ. അങ്ങനെ പാറുവിന്റെ കണ്ണെഴുത്തും മുടികെട്ടലൊക്കെ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ണിക്കുട്ടന് കഞ്ഞി കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പുട്ടും കടലയായിരുന്നു കേട്ടോ രാവിലെ. പക്ഷെ പുട്ടും കടലയും ഉണ്ണിക്കുട്ടന് ഇഷ്ടമല്ല. അപ്പൊ ഉണ്ണിക്കുട്ടൻ കഞ്ഞി കുടിച്ചിരുന്നാണ്. അപ്പൊ അതിൽ ബാക്കി ഉണ്ടായിരുന്ന കണ്ടപ്പോ ഞാനത് കാട്ടി കൊടുക്കണം. അങ്ങനെ പാറു ചായ കുടിക്കുന്നതിന്റെ ഇടയിൽ നമ്മളെ ഓട്ടോറിക്ഷ വന്നിട്ടോ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഉണ്ണിക്കുട്ടനെ യൂണിഫോം ഒക്കെ ഇടിപ്പിച്ചിട്ടോ. അച്ഛനില്ലാത്ത കാരണം ഉണ്ണിക്കുട്ടന് ഒരു വിഷമമുണ്ട്. അച്ഛൻ പോണത് ഉണ്ണിക്കുട്ടൻ കണ്ടില്ല. അപ്പൊ അച്ഛൻ എപ്പോഴാ പോയത്, എങ്ങനെയാ പോയത് എന്നൊക്കെ ചോദിച്ചിരിക്കായിരുന്നു കേട്ടോ. ആ ഒരു ചെറിയ വിഷമം മുഖത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഓട്ടോറിക്ഷയിൽ കയറി. കറക്റ്റ് ടൈമാട്ടോ ഓട്ടോറിക്ഷ പറഞ്ഞത്. ഇനിയിപ്പോ ബെല്ലടിക്കാൻ കറക്റ്റ് ടൈമിലാവും ഞങ്ങൾ അവിടെ എത്തുക. അങ്ങനെ ഇവരെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വീട്ടിലെത്തിട്ടോ. ഞാനാണെന്നുണ്ടെങ്കിലോ ചായ ഒന്നും കുടിച്ചിട്ടില്ല. എനിക്ക് വിശന്നിട്ടും പാടില്ല. ഞാൻ ഈ ഡ്രസ്സ് മാറാനൊന്നും എനിക്ക് സമയമില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പുട്ടും കടലും എടുത്തിട്ട് ടിവിയും കണ്ട് ചായ കുടിക്കട്ടോ. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ഓക്കെ ബൈ.